പ്രശംസിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നവരോടെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വളരെ ഉദാര മനസ്കനാണ്. അതിനെയൊന്നും അദ്ദേഹം നിഷേധിക്കാറില്ല. ഇപ്പൊ ഇരട്ടച്ചങ്കൻ എന്ന് ഒരാൾ വിളിച്ചു, അല്ലെങ്കിൽ പലരങ്ങനെ വിളിക്കുന്നു. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന് ഇരട്ടച്ചങ്കൊന്നുമില്ല എന്നുള്ള വസ്തുത. പക്ഷേ അങ്ങനെ വിളിച്ച ആളിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അങ്ങനെയല്ല, എനിക്ക് ഇരട്ടച്ചങ്കില്ല എന്ന് അദ്ദേഹം പറയാറില്ല. അതുപോലെ തന്നെയാണ് കാരണഭൂതൻ എന്ന് വിളിച്ചാലോ ക്യാപ്റ്റൻ എന്ന് വിളിച്ചാലോ അതൊന്നും നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറാവുകയില്ല. അത് സ്നേഹം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ടാണ് ആളുകളൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത്, ഇരട്ടച്ചങ്കൻ എന്നൊക്കെ വിളിക്കുന്നതെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അത് അദ്ദേഹം കേട്ട് വിട്ടുകളയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കുന്നത്? ധീരവീര ശൂര പരാക്രമി ആയതുകൊണ്ടാണല്ലോ, അതിധീരനായതുകൊണ്ടാണ്. കാരണം ഒരു നിലപാടെടുത്താൽ പിന്നെ മാറാത്ത ആളായതുകൊണ്ടാണ്, മറ്റാരും എടുക്കാൻ ധൈര്യപ്പെടാത്ത നിലപാടുകൾ എടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിളിപ്പേര് വന്നത്, ഇരട്ട ചങ്കൻ എന്ന്. അത് മാത്രമല്ല അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് താനൊരു ഇരട്ടച്ചങ്കനാണെന്ന്. ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ലതേ ഉള്ളൂ. അതായത് ബ്രണ്ണൻ കോളേജിൽ അദ്ദേഹം പഠിക്കുമ്പോൾ ഊരിപ്പിടിച്ച വടിവാളുകളുടെയും കടാരകളുടെയും ഇടയിലൂടെ നടന്നു വന്ന ആളാണ് താൻ എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ പറച്ചിലല്ലല്ലോ. അത് ഇരട്ടച്ചങ്കുള്ള ഒരാളിന് മാത്രം പറയാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ടൊക്കെയാണ് നമ്മള് ഇദ്ദേഹം ഒരു ഇരട്ടച്ചങ്കനാണെന്നങ്ങ് വിശ്വസിച്ചു പോയത്. പക്ഷെ മാർച്ച് 14 നമുക്കറിയാം നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കനാണോ ഒറ്റച്ചങ്കനാണോ അതോ വെറും അരച്ചങ്കനാണോ എന്നുള്ളത്. ഈ ശബരിമല എന്ന് പറയുന്ന പ്രതിഭാസം വിടാതെ പിണറായി വിജയനെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. 2018 സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായി. യുവതികളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാം, അതായത് 18ാം പടി വഴി യുവതികൾക്ക് സന്നിധാനത്തിലെത്തി അയ്യപ്പനെ വണങ്ങാം, ആരാധിക്കാം, പ്രാർത്ഥിക്കാം എന്നൊരു വിധി വന്നു. അന്ന് തുടങ്ങിയ കഷ്ടകാലമാണ്. അതിന്റെ കഥ പിന്നീട് പറയാം. പിന്നീട് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള, അയ്യപ്പന്റെ സ്വർണം CPM നേതാക്കൾ അടക്കമുള്ളവർ ചേർന്ന് അടിച്ചുകൊണ്ടുപോയി. അത് അന്വേഷണമായി, കേസായി, നേതാക്കന്മാർ പലരും ജയിലിലായി. ഇപ്പൊ ഈ 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് ചിലരൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുക, അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തു വന്ന് നിൽക്കുകയാണ്. അതൊരു വല്ലാത്ത പുലിവാലായിപ്പോയി. അതിനുശേഷമാണ് ഈ അയ്യപ്പ സംഗമം ഉണ്ടാക്കിയ പുലിവാല്. അതിന്റെ നടത്തിപ്പിന്റെ കണക്ക് പുറത്തു വന്നതോടെ ഈ ആഗോള സംഗമം എന്ന് പറയുന്നത് ആഗോള കൊള്ളയടിക്കൽ സംഗമമായി പോയി എന്നുള്ളത് ഇപ്പൊ നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായി. അതിന്റെ കണക്കും കാര്യങ്ങളും കേട്ടാൽ നമ്മൾ തന്നെ മൂക്കത്ത് വിരൽ വെച്ചു പോകും. അതായത് സംഗമത്തിന് ഒറ്റ ദിവസം മാത്രം നടന്ന സംഗമത്തിന് 150 കട്ടിൽ വാങ്ങിച്ചെന്ന് ഇപ്പൊ 100 കട്ടിലേ കാണാനുള്ളൂ. അത് ഒരു കട്ടിലിന് 1,11,000 രൂപ വില. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതും അന്നദാന മണ്ഡപത്തിലേക്ക് വാങ്ങിച്ചെന്നാ പറയുന്നത്. ഒറ്റ ദിവസം ആകെ കൂടെ വന്നത് 4000 പേരാ. എന്നിട്ട് 5000 പേർക്ക് ഊണ് വിളമ്പി, ഉച്ചയൂണ് വിളമ്പി. 4 മണി 5 മണി ആയപ്പോഴത്തേക്ക് സംഗമം അവസാനിപ്പിച്ച് എല്ലാവരും പോയി. എന്നിട്ട് വൈകുന്നേരം 3000 അത്താഴവും വിളമ്പി. പാടാത്ത ഭജന സംഘത്തിന് വേണ്ടി 4-5 ലക്ഷം രൂപ കൊടുത്തു എന്ന് കണക്ക്. ഇങ്ങനെ അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് പൂര കള്ളക്കണക്കായി പോയി. ബോർഡ് പറയുന്നത് 4.9 കോടി രൂപ ഇതിന് ചെലവായെന്നാണ്. പക്ഷേ സംഘടിപ്പിച്ച ഊരാളുകളുണ്ടല്ലോ, ഊരാളുകൾ എന്ന് പറയുന്ന ഈ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റി, അവർക്ക് ഇത്തരത്തിലുള്ള പരിപാടി നടത്താൻ ടെൻഡർ ഒന്നും വേണ്ട, സർക്കാരിന്റെ സ്വന്തമാണ്. സർക്കാർ എന്താവശ്യം വന്നാലും ഊരാളുകളെ ഏൽപ്പിക്കും, അവരാ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ ഊരാളുകൾ ഇപ്പൊ കൊടുത്തിരിക്കുന്ന കണക്ക് 7.11 കോടി രൂപയുടേതാണ്. അങ്ങനെ ഈ അയ്യപ്പ സംഘവും ഏതാണ്ട് കുളമായി കിടക്കുന്ന സമയത്ത് ദാ വരുന്നു പുതിയ കുരിശ്. ശബരിമലയിലെ യുവതികളെ പ്രവേശിപ്പിക്കണമോ എന്നത് സംബന്ധിച്ച പുനഃപരിശോധനാ ഹർജി, അതിന്റെ രൂപത്തിലാണ് പുതിയ പ്രശ്നം ആവിർഭവിച്ചിരിക്കുന്നത്. ആ ഹർജി ഇപ്പോ നമ്മുടെ സുപ്രീം കോടതിയിൽ ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ മുമ്പിൽ വരികയാണ്. ഏപ്രിൽ 7 വാദം തുടങ്ങുക, 22 വാദം പൂർത്തിയാക്കണം. ഇത് സംബന്ധിച്ച കേരള സർക്കാരിന്റെ നിലപാട് മാർച്ച് 14 കോടതിയെ അറിയിക്കണം. ഇതാ പുതിയ പുലിവാല്. ഈ കേസ് സുപ്രീം കോടതിയിൽ വന്ന കാലം മുതലേ ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാർ സുപ്രീം കോടതിയിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പ്രവേശനം നൽകാം, യുവതികൾക്ക് പ്രവേശനം കൊടുക്കാം എന്നതാണ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അതുപോലൊരു അഫിഡാവിറ്റാണ് കൊടുത്തിരുന്നത്. പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ അത് തിരിച്ചു വിളിച്ചു. എന്നിട്ട് മറ്റൊരു സത്യവാങ്മൂലം നൽകി. അതായത് ശബരിമലയിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും പാലിക്കപ്പെടണമെന്നും അതിൻ പ്രകാരം യുവതികൾക്ക് അവിടെ പ്രവേശനം നടത്തുന്നതിനോട് സർക്കാരിന് യോജിപ്പില്ല എന്നുമാണ് ഉമ്മൻചാണ്ടി സർക്കാർ നിലപാടെടുത്തത്. പിന്നീട് പിണറായി സർക്കാർ വന്നപ്പോൾ അത് തിരുത്തി, യുവതികൾക്ക് പ്രവേശനം നൽകാം എന്നായി. അങ്ങനെയാണ് 2018 യുവതികൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വന്നത്. അതിനെ തുടർന്നുണ്ടായ പുകിലുകളൊന്നും നമ്മളിപ്പം വീണ്ടും വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. യുവതികളെ കയറ്റാൻ പിണറായി സർക്കാർ ആവത് ശ്രമിച്ചു നോക്കി. അവസാനം 2 സ്ത്രീകളെ സന്നിധാനത്തിൽ എത്തിക്കുകയും ചെയ്തു. 18ാം പടി വഴി സന്നിധാനത്തിലേക്ക്
എത്തിക്കുകയും ചെയ്തു. പക്ഷെ അന്നത്തെ തന്ത്രി ഒരു തീരുമാനം പറഞ്ഞു, സ്ത്രീകള് സന്നിധാനത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ശ്രീകോവിൽ അടച്ചിട്ട് മലയിറങ്ങും എന്ന് പറഞ്ഞു. ആ പറഞ്ഞ തന്ത്രി ഇപ്പോ ജയിലില്ല. അത് ഈ സ്വർണ്ണ കവർച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടതാ. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന്റെ പിന്നിൽ ആ പഴയ ചുരുക്കാണെന്ന് വിശ്വസിക്കുന്ന പലരും ഇപ്പോഴുമുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷേ ഈ മാർച്ച് 14-നകം ഏതൊരു നിലപാടാണ് സുപ്രീം കോടതിയിൽ സ്വീകരിക്കേണ്ടതെന്ന കാര്യത്തില് ഈ പിണറായി വിജയന്റെ ഇടത്തെയും വലത്തെയും ചങ്കുകൾ തമ്മിൽ ഇടിച്ചുകൊണ്ടിരിക്കുക, ചങ്കിടിക്കുക. ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ഒരിക്കൽ യുവതികളെ പ്രവേശിപ്പിക്കാമെന്ന് പറഞ്ഞതാ. അതനുസരിച്ച് വിധി വന്നപ്പോ സ്ത്രീകളെ സന്നിധാനത്തിൽ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. യുവതികൾക്ക് വരാം, സന്നിധാനത്തിലേക്ക് പോകാം, ശബരിമലയില് അയ്യപ്പ ദർശനം നടത്താം എന്നൊക്കെ ഒരു നിലപാടെടുത്തു. പക്ഷെ അതിന്റെ ഫലം നന്നായിട്ട് അനുഭവിക്കുകയും ചെയ്തു. അന്ന് കുലസ്ത്രീകളും കുലപുരുഷന്മാരും അടക്കമുള്ള വിശ്വാസികള് സമരരംഗത്തേക്ക് ഇറങ്ങി. അവസാനം സ്ത്രീകളെ കടത്താനുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആലോചന 8 നിലയില് പൊട്ടുകയും ചെയ്തു. അതുമാത്രമല്ല, പിന്നീട് നടന്ന 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളില് ജനം അറിഞ്ഞ് വോട്ട് കുത്തുകയും ചെയ്തു LDF-നെതിരായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഈ അയ്യപ്പ സംഗമം നടത്തിയത്. അതിനുമുമ്പ് CPM നേതാക്കൾ ഗ്രഹസന്ദർശനം നടത്തി. അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടായില്ല. ആളുകളുടെ അഭിപ്രായത്തിൽ മാറ്റമൊന്നും വന്നില്ല. അപ്പോഴാണ് ഈ അയ്യപ്പ സംഗമം അത് ഇങ്ങനത്തെ ഒരു പതനത്തിലെത്തി നിൽക്കുകയാണ്. പിന്നെ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസ്, അതിലും സർക്കാർ പെട്ടതോടെ കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പില് LDF-ന്റെ സ്ഥിതി സ്വാഹ ആയി എന്ന് പറയണം. 2018 വിധി വന്ന ഉടനെ ഈ സ്ത്രീ വിമോചന പക്ഷക്കാര്, സ്ത്രീ സ്വാതന്ത്ര്യവാദികള്, ഇടതുപക്ഷം ഇവരെല്ലാം യുവതികൾക്ക് പ്രവേശനം നൽകണം എന്ന ആവശ്യം മുന്നോട്ട് ഉന്നയിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും പിണറായി വിജയന്റെ മനസ്സിൽ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ആഗ്രഹം പൊട്ടിമുളച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് നൂറ്റാണ്ടുകളായിട്ട് യുവതീ പ്രവേശനം നിഷേധിച്ചിരിക്കുന്ന ശബരിമലയിൽ അതിനുള്ള അവസരം ഉണ്ടാവുക, അത് ഒരുക്കുക എന്ന് പറഞ്ഞാൽ അത് വിപ്ലവകരമായ ഒരു മാറ്റമാണ്. അതായത് ശബരിമലയില് യുവതികള് 18-ാം പടി വഴി കടന്നു എന്ന് അയ്യപ്പനെ കാണുന്നു, ദർശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, തൊഴുന്നു, തിരിച്ചു പോകുന്നു. അത് വിപ്ലവകരമായ ഒരു മാറ്റമാണ്. ആ വിപ്ലവകരമായ മാറ്റത്തിലേക്ക് കേരളത്തിലെ നയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിപ്ലവകാരിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എങ്ങാൻ സംഭവിച്ചു പോയാൽ നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രധാനിയായിട്ട് മാറും, അല്ലെങ്കിൽ മാറണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ പാർട്ടി കണക്കുകൂട്ടി. പക്ഷേ ഈ CPM-നെ വെച്ചോണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം മതത്തിലോ ഈശ്വരനിലോ ഒന്നും വിശ്വാസമുള്ള ഒരു പാർട്ടി അല്ല. പലരും ഇപ്പം ക്ഷേത്രത്തിൽ പോകും, പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, അതൊക്കെ ശരിയാണെങ്കിലും പുറത്ത് പറയുമ്പോൾ മതവിശ്വാസമോ ഈശ്വര വിശ്വാസമോ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. അപ്പൊ പിന്നെന്ത് വേണം? പിണറായി വിജയനെ നവോത്ഥാന നായകനാക്കി കാണുന്നതിന് നമുക്കൊരു സംവിധാനം വേണം, ഒരു സംഘടന വേണം. അപ്പോഴാണ് നവോത്ഥാന സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനം രൂപവൽക്കരിച്ചത്. 2019 ഒക്ടോബർ 9 ശ്രീ പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു യോഗത്തിലാണ് ഈ സംഘടനയ്ക്ക്, അതായത് നവോത്ഥാന സംരക്ഷണ സമിതിക്ക് ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കിയത്. അതനുസരിച്ച് വെള്ളാപ്പള്ളി നടേശൻ, SNDP-യുടെ ജനറൽ സെക്രട്ടറി, BDJS-ന്റെ സ്ഥാപക നേതാവ്, അദ്ദേഹത്തെ ഈ സമിതിയുടെ അധ്യക്ഷനായി നിയമിച്ചു. അതുപോലെ KPMS നേതാവ് പുന്നല ശ്രീകുമാരനെ ജനറൽ സെക്രട്ടറി ആയിട്ട് തീരുമാനിച്ചു. ഇത് CPM-ന്റെ മുൻകൈയില് രൂപം കൊണ്ട ഒരു സംഘടനയാണ്. പക്ഷെ അതിന് സംസ്ഥാന സർക്കാരിന്റെ തണലും കൈത്താങ്ങും ഒക്കെ ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ നവോത്ഥാന സംരക്ഷണ സമിതിയെ കുറിച്ച് പറയുന്നതിനൊരു കാരണമുണ്ട്. നമ്മൾ പറഞ്ഞ മാർച്ച് 14-നകം സംസ്ഥാന സർക്കാർ നിലപാട് അറിയിക്കണം. യുവതീ പ്രവേശന കാര്യത്തിൽ കേരള ഗവൺമെന്റിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് അറിയിക്കണം. അതിനെ സ്വാധീനിക്കുന്നത് ഈ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ നിലപാട് കൂടിയാണ്. ശബരിമല യുവതീ പ്രവേശനമായിരുന്നു ഈ സംഘടനയുടെ സ്ഥാപനത്തിന്റെ പിന്നിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം. ഇപ്പോ ഈ നവോത്ഥാന സംരക്ഷണ സമിതി ഇവിടെ നിൽക്കുന്നു അറിയാൻ ഒരു താല്പര്യമുണ്ട്. ഇതിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ പുന്നല ശ്രീകുമാർ ഇപ്പോൾ ഇവിടെ ഹാജരുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാൻ ഒരു അവസരമുണ്ട്. അദ്ദേഹത്തിന് ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ്? ഇതുവരെ മാധ്യമങ്ങളിലൊന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായം കേട്ടില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പക്ഷെ പ്രസിഡന്റ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അതായത് സർക്കാർ ഒരു ഉചിതമായ നിലപാട് എടുക്കട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. അതായത് യുവതീ പ്രവേശനത്തിന് വേണ്ടി വാദിച്ച സംഘടനയുടെ പ്രസിഡന്റാ, അത് സാധ്യമാക്കാൻ വേണ്ടി പരിശ്രമിച്ച സംഘടനയുടെ നേതാവാ. അദ്ദേഹം പറയുന്നു സർക്കാർ ഉചിതമായ നടപടി എടുക്കട്ടെ എന്ന്. ഇന്ത്യ ചൈന അതിർത്തിയില് ചൈനീസ് പട്ടാളം നമ്മുടെ അതിരുകൾ ഭേദിക്കുന്ന ഒരു സാഹചര്യം എത്തിയപ്പോ അന്നത്തെ കരസേനാ മേധാവി നരവനെ നമ്മുടെ രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിനെ വിളിച്ചു ചോദിച്ചു, ഇതാണ് സിറ്റുവേഷൻ, എന്താണ് ചെയ്യേണ്ടതെന്ന്. കുറെ കഴിഞ്ഞപ്പോ പ്രധാനമന്ത്രിയും ഒക്കെയായി ചർച്ച നടത്തിയതിനു ശേഷം പട്ടാളത്തിന് ഉചിതമായത് ചെയ്യാമെന്ന്. പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, എന്ത് ചെയ്യുന്നു അത് സൈന്യത്തിന്റെ മാത്രം ഉത്തരവാദിത്വമായിരിക്കുമെന്ന്.
അങ്ങനെ പറഞ്ഞതുപോലെ ആയിപ്പോയി വെള്ളാപ്പള്ളി നടേശൻ സഖാവിന്റെ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞു സർക്കാരിന് ഉചിതമായത് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് മറ്റ് സംഘടനാ പ്രതികൾ, ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ അടക്കമുള്ളവർ, കേരള പുലിയർ മഹാസഭയുടെ നേതാവാണ് അദ്ദേഹം, അവർക്കും ഈ അഭിപ്രായമാണോ ഉള്ളത്? മാർച്ച് 14-നകം നമ്മുടെ നിലപാട് കോടതിയിൽ പറയേണ്ടതാ, സുപ്രീം കോടതിയിൽ. വെള്ളാപ്പള്ളി എടുത്തിരിക്കുന്ന നിലപാടാണോ പുന്നല ശ്രീകുമാറിനും മറ്റുമുള്ളത്, മറ്റ് സംഘടനകൾക്കുള്ളത്? അതറിയാൻ വലിയ താല്പര്യമുണ്ട്. വെള്ളാപ്പള്ളിക്ക് ഇങ്ങനെ പറയാം, കാരണം അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം സ്ഥാപിച്ച BDJS ഒരു ഘടകകക്ഷിയായ NDAയുടെ സഹായത്തോടെ, BJPയുടെ സഹായത്തോടെ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരണമെന്നാണ്, 3-ാം തവണയും അധികാരത്തിൽ വരണമെന്നാണ്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ മറിച്ചൊരു തീരുമാനം എടുത്താൽ, അതായത് സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നൊരു നിലപാടാണ് സർക്കാർ അറിയിക്കുന്നതെങ്കിൽ പിന്നെ മത്സരിച്ചിട്ട് കാര്യമില്ല. മത്സരിക്കാതെ തന്നെ തോറ്റുപോകും. 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. പിന്നീട് സ്വർണ്ണ കവർച്ചയുടെ പേരിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. കേരളത്തിലെ വിശ്വാസികൾക്ക് ശബരിമലയോടുള്ള ഭക്തി, സ്നേഹം, ആദരവ് അത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അത് നമ്മെ ബോധ്യപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ രൂപത്തിലാണ്. അതാ പറഞ്ഞത്, യുവതീ പ്രവേശനം അനുവദിക്കാവുന്ന നിലപാടാണ് പിണറായി വിജയൻ അല്ലെങ്കിൽ LDF എടുക്കുന്നതെങ്കിൽ, സംസ്ഥാന സർക്കാർ കോടതിയിൽ സ്വീകരിക്കുന്നതെങ്കിൽ പിന്നെ മത്സരിച്ചിട്ട് വലിയ കാര്യമില്ല. ഇനി അങ്ങനെ ഒരു നിലപാട് എടുക്കാതിരുന്നാലും നമ്മുടെ ഇരട്ടച്ചങ്കൻ എവിടെ പോകും? പിണറായി വിജയനെ ഇരട്ടച്ചങ്കൻ എന്ന് വിളിച്ചതിന്റെ ഒരു കാരണം തന്നെ ശബരിമലയില് നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥ, അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അനീതി എന്ന് ഒരു വിഭാഗം ബാധിക്കുന്ന ഒരു ആചാരം, അത് തകർക്കുന്നതിന്, അത് പൊളിക്കുന്നതിന്, അങ്ങനെ ശബരിമല സന്നിധാനത്തിലേക്ക് യുവതികളെ കടത്തിവിടുന്നതിന് അദ്ദേഹം എടുത്ത നിലപാട് കാരണമാണ്. ആ ഒരു തീരുമാനം എടുക്കാൻ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർക്കും നേതാക്കൾക്കാർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. ശബരിമലയിലേക്ക് ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ധിക്കരിച്ചുകൊണ്ട് യുവതികളെ കടത്തിവിടുക, അതിന് അനുരൂപമായ ഒരു നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തെ ഇരട്ടച്ചങ്കൻ എന്ന് വിളിച്ചത്. അപ്പൊ ഇനി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി യുവതികളുടെ പ്രവേശനം വേണ്ട എന്ന് പറയുകയാണെങ്കിൽ, പഴയ നിലപാട് തിരുത്തി പറയുകയാണെങ്കിൽ, പിന്നെ ചങ്കിന്റെ അവസ്ഥ എന്താകും? ചങ്കിനെ കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായം എന്താകുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സുപ്രീം കോടതിയുടെ തീരുമാനത്തിന്റെ രൂപത്തില് ശബരിമല വീണ്ടും ഒരു പണിയാകുമെന്ന് LDF CPM പിണറായി വിജയനോ കരുതിയതല്ല. എന്തു ചെയ്യണമെന്നറിയാതെ കിടന്നു വേവുകയാണ് ഇപ്പോൾ LDF അല്ലെങ്കിൽ CPM. നമ്മുടെ നിയമമന്ത്രി ശ്രീ P. രാജീവ് പറയുന്നത് യെസ് ഓർ നോ എന്ന് പറയാനുള്ള സമയമായിട്ടില്ല എന്നാണ്. മാർച്ച് 14-നകം പറഞ്ഞാൽ മതിയല്ലോ. ഈ മാർച്ച് 14 എന്ന് പറയുന്നത് ഏറ്റവും അടുത്തൊരു ദിവസമാണ്. അതിനുമുമ്പ് ഒരു തീരുമാനമെടുക്കണം. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രവേശിച്ചോളൂ ഞങ്ങൾക്കെതിരില്ല എന്നോ മറ്റോ പറഞ്ഞാൽ, നമ്മുടെ നവോത്ഥാന സങ്കല്പങ്ങള്, നവോത്ഥാന നായക സങ്കല്പങ്ങളൊക്കെ എവിടെ പോയി കിടക്കും? ചെന്ന് അറബിക്കടലിലായിരിക്കും പതിക്കുക. നവോത്ഥാന സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ സംഘടന തന്നെ ഇല്ലാതാകും. അതിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടും. സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന പഴയ ഖണ്ഡിതമായ അഭിപ്രായത്തിൽ ഇരട്ടച്ചങ്കോടുകൂടി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പിന്നെ ബാക്കി എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ കൂടുതൽ പറയുന്നില്ല. അതിന് ധൈര്യമുണ്ടോ പിണറായി വിജയൻ? അതിനൊക്കെ ഇരട്ടച്ചങ്കുള്ള ആളാണോ പിണറായി വിജയൻ? എടുത്ത നിലപാടുകളിൽ നിന്ന് മാറാത്ത ആളാണല്ലോ. അത് രാഷ്ട്രീയത്തിലാണേലും മറ്റേത് മേഖലയിലാണേലും ഒരിക്കൽ പറഞ്ഞതാ. അതാണ് പിണറായി വിജയൻ. പക്ഷെ ഈ വിഷയത്തില് ഇന്ന് കേരളം വളരെ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്ന ഒരു വിഷയത്തിന്മേൽ അത്തരത്തിൽ ധീരമായ നിലപാടെടുക്കാൻ, ഒരു ഇരട്ടച്ചങ്കന് ഭാഗമായ രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് നമ്മുടെ പിണറായി വിജയന് ധൈര്യമുണ്ടോ? അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ കേരളം. അപ്പൊ നമുക്കറിയാം പിണറായി വിജയന് ഇരട്ടച്ചങ്കാണോ ഉള്ളത്, അതോ ഒറ്റച്ചങ്കയുള്ളോ, അതോ വെറും അരച്ചങ്കയുള്ളോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യക്തമായ ഒരു അഭിപ്രായം പറയാതെ ഒഴിഞ്ഞു മാറാനായിരിക്കും മിക്കവാറും ഈ ഗവൺമെന്റ് തയ്യാറാവുക. നമുക്ക് വിദഗ്ധരുടെയും പണ്ഡിതരുടെയും ഒക്കെ ഒരു സമിതി രൂപീകരിച്ച് അവരുടെ അഭിപ്രായം ആരായാം എന്നൊക്കെ ആയിരിക്കും പറയുക. പക്ഷേ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ്. അത് യുവതീ പ്രവേശനമാവാം അല്ലെങ്കിൽ അരുതേ എന്ന ധൈര്യപൂർവ്വമുള്ള ഒരു നിലപാട് പിണറായി വിജയനിൽ നിന്നുണ്ടാകുമോ എന്ന് കേരളം കാത്തിരിക്കുന്നു.